നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. വൻ അട്ടിമറി സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ആ സാധ്യതകളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് കടുത്ത അനാസ്ഥയാണ് നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ അപഹരിച്ച അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണമായതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിമാനത്തിന്റെ അപകട സാധ്യത നേരത്തെ മനസ്സിലാക്കിയിട്ടും തള്ളിക്കളഞ്ഞതും ഗൗരവമായി എടുക്കാഞ്ഞതുമാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഗുജറാത്തിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന് നേരത്തെയും സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അപകടത്തിന് തൊട്ടു മുൻപുള്ള യാത്രയിലും വിമാനത്തിന് തകരാറുണ്ടായിരുന്നതായി പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള യാത്രയിലാണ് സാങ്കേതിക തകരാറുള്ളതായി പൈലറ്റ് പരാതിപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണം സ്വിച്ച് ഓഫ് ആയത് പൈലറ്റുമാരുടെ ഇടപെടൽ ഇല്ലാതെയാണോ എന്ന കാര്യവും അപകടത്തിൽപ്പെട്ട വിമാനത്തിന് മുൻപുണ്ടായിരുന്ന തകരാറുകളെക്കുറിച്ചും ഇതു സംബന്ധിച്ച പരിശോധനകളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതേ വിമാനത്തിൽ ആഴ്ചകൾക്ക് മുൻപ് 2 തവണ ഇലക്ട്രിക്കൽ തകരാറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. ഇന്ധന സ്വിച്ച് ഓഫായതാണ് അപകട കാരണം എന്നാണ് പുറത്തുവന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച അവ്യക്തത തുടരുന്നുണ്ട്. പൈലറ്റുമാർ ഓഫാക്കിയതാണോ എന്നതായിരുന്നു ആദ്യ സംശയം. എന്നാൽ പൈലറ്റുമാർ വിദഗ്ധരാണെന്നും അവരുടെ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുമാണ് പൈലറ്റുമാരുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. അന്വേഷണത്തിൽ പൈലറ്റ് പ്രതിനിധികളെ ഉൾപ്പെടുത്താത്തതിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ആശങ്ക ഉന്നയിച്ചിരുന്നു. പ്രാഥമിക റിപ്പോർട്ടിന്മേൽ നടക്കുന്ന ചർച്ചകളിലും പൊതുജനങ്ങൾക്കിടയിലുള്ള വ്യാഖ്യാനങ്ങളിലും ശക്തമായ എതിർപ്പും സംഘടന രേഖപ്പെടുത്തി. സുതാര്യമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും മുൻപ് ഇത്തരത്തിൽ കുറ്റം ചുമത്തുന്നത് നിരുത്തരവാദപരമാണെന്നും FIP വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ധന സ്വിച്ച് ഓഫ് ആയത് പൈലറ്റുമാരുടെ ഇടപെടൽ ഇല്ലാതെയാണോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ. ഇതേ വിമാനം അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള സർവീസിനിടെ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടായതായി മറ്റൊരു പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അഹമ്മദാബാദിൽ എത്തിയതിനു പിന്നാലെ സാങ്കേതിക തകരാർ പരിഹരിച്ചുവെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഇതേ വിമാനം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിക്കും മുൻപും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സർവീസ് നിർത്തിവെച്ച് അത് പരിഹരിച്ച ശേഷം പിറ്റേ ദിവസം യാത്ര പുനരാരംഭിക്കുകയുമായിരുന്നു. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളാണോ നിലവിലെ അപകടത്തിന് കാരണമായത് എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിനിടയിൽ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടതാണെന്നും അത് ചെയ്തത് ക്യാപ്റ്റനാണെന്നുമുള്ള സൂചന നൽകി US മാധ്യമവും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീംലൈനർ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് കോക്പിറ്റിൽ നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖ ബ്ലാക്ക് ബോക്സ് പരിശോധനയിലൂടെ നേരത്തെ ലഭ്യമായിരുന്നു. എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച് ഓഫ് ആയത് സംബന്ധിച്ച് പൈലറ്റുമാർ തമ്മിൽ നടത്തിയ സംഭാഷണമാണ് ശബ്ദരേഖയിലുണ്ടായിരുന്നത്. എന്തിനാണ് ഓഫ് ചെയ്തതെന്നൊരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നതും താൻ ചെയ്തിട്ടില്ല എന്ന് മറ്റേയാൾ മറുപടി നൽകുന്നതുമാണ് ശബ്ദരേഖയിലുണ്ടായിരുന്നത്. ഇത് ആരോട് പറഞ്ഞു എന്നത് സംബന്ധിച്ച് നേരത്തെ പുറത്തു വന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസറായ ക്ലൈവ് കുന്ദർ ക്യാപ്റ്റനായ സുമിത് സഫ്വാളിനോട് എന്തിനാണ് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നത് ചോദ്യം ചോദിച്ചതെന്ന് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടുകളിലുണ്ട്. 15638 മണിക്കൂർ വിമാനം പറത്തി പ്രവൃത്തി പരിചയമുള്ള പൈലറ്റായിരുന്നു ക്യാപ്റ്റൻ സുമിത് സഫർവാൾ. വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസറായ ക്ലൈവ് കുന്ദറിന് 3403 മണിക്കൂർ വിമാനം പറത്തിയ പരിചയവുമുണ്ട്. വിമാനം റൺവേയിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള വിമാനത്തിലെ ക്യാപ്റ്റനോട് ഫസ്റ്റ് ഓഫീസറാണ് എന്തുകൊണ്ടാണ് താങ്കൾ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തതെന്ന ചോദ്യം ചോദിച്ചത് എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ട് സംബന്ധിച്ച് ഇന്ത്യയിലെ വ്യോമയാന മന്ത്രാലയം, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ സിവിൽ ഏവിയേഷൻ, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, എയർ ഇന്ത്യ, പൈലറ്റുമാരുടെ 2 സംഘടനകൾ എന്നിവരോട് പ്രതികരണം തേടിയെങ്കിലും ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല. പുറത്തുവരുന്ന വിവരങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് അശ്രദ്ധയുൾപ്പെടെയുള്ള വീഴ്ചകളാണ് ഇത്രയും നിരപരാധികളുടെ ജീവൻ അപഹരിച്ചത് എന്നാണ്. അങ്ങനെയെങ്കിൽ ദുരന്തം മനഃപൂർവ്വം വരുത്തിവെച്ച പൈശാചികത ആയിപ്പോയി എന്ന് പറയാതെ വയ്യ.